സർക്കാർ ഈ വനവിസ്തൃതി കൂട്ടുന്നതിലൂടെ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാവപ്പെട്ട കർഷകരെ, മലയോര കർഷകരെയെല്ലാം കുടിയിറക്കി വിടുക എന്ന ഒന്ന് തന്നെയാണോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ നിലപാട്? ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പത്രമാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ല നമുക്കറിയാം, കഴിഞ്ഞ 2 സെൻസസിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇതിന് തൊട്ടു മുമ്പത്തെ സെൻസസ് കഴിഞ്ഞ് ഈ സെൻസസ് ആയപ്പോഴേക്കും 4.5% ആളുകൾ പോപ്പുലേഷൻ കുറവായ ഏക ജില്ല ഇടുക്കി ജില്ലയാണ്. ഇവിടെ വന്യമൃഗാക്രമണം മൂലവും കൃഷിക്കാരുടെ നിലനിൽപ്പിനുള്ള സമര പോരാട്ടം മൂലവും ജനജീവിതം സ്തംഭിച്ചിരിക്കുക. ശരിക്കും ജീവിക്കാനാവാത്തൊരു വലിയ സ്ഥിതിവിശേഷം ഇവിടെയുള്ളത്. അതിനിടയ്ക്കാണ് പുതിയതായിട്ട് ഇവിടെ ഈ പ്രഖ്യാപിക്കുന്ന വനഭൂമിയുടെ പ്രഖ്യാപനം. അതെല്ലാം നിക്ഷിപ്ത വനങ്ങൾ, റിസർവ് വനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സംരക്ഷിത വനങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസിൽ ബഫർ സോൺ ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായ കണക്കാണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, കേന്ദ്ര നിയമം അതാണ്. അപ്പൊ അതിനിടയ്ക്ക് വീണ്ടും ഈ 17,100 കിലോമീറ്റർ ദൂരം, അത് എവിടെയാണ്? ഇടുക്കി ജില്ലയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ മൂന്നാർ, ആ മൂന്നാറിനെ ചുറ്റിപ്പറ്റി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടും ഡ്രൈവേഴ്സായിട്ടും ചെറിയ പെട്ടിക്കടക്കാരായിട്ടും കൃഷിക്കാരായിട്ടും ഒക്കെ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. തോട്ടങ്ങളുണ്ട്, വളരെ പാവപ്പെട്ട ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസിതരാക്കാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇറക്കി വിടാനുള്ള ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ശരിക്കും മാധ്യമപ്രവർത്തകർ നിങ്ങൾക്കറിയാം, ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. 2010 അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പോഴത്തെ CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം വനംവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങിയൊരു പരിപാടിയായിരുന്നു. അത് വളരെ രഹസ്യമായിട്ട് വെച്ചിട്ട് ഇപ്പം സംരക്ഷിത വനമായിട്ട് മൂന്നാറിന് ചുറ്റും പ്രഖ്യാപിച്ചിരിക്കുക. മൂന്നാറൊക്കെ ഈ ബഫർ സോണിൽ പെടുകയാണ്. ഇപ്പം നല്ല കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം പരിശോധിക്കുമ്പോൾ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച 4 പേരോ 3 പേരോ ഈ മൂന്നാറിന് ചുറ്റിപ്പറ്റിയുള്ള ആളുകളാണ്, മൂന്നാർ സമീപ പ്രദേശത്തുള്ള ആളുകളാണ്. ഇവിടുന്ന് ജനങ്ങളെ നിഷ്കരണം ഇറക്കിപ്പെടുക, ഈ ഭൂമി വനമാക്കി മാറ്റുക, ഇവിടുത്തെ ജനങ്ങളോട് തെല്ലും തരിമ്പും കരുണയില്ലാത്ത ഭരണകൂടം, രാഷ്ട്രീയ നേതാക്കൾ, ഇത് ഒരു കൂട്ടുകച്ചവടമാണ്. നമുക്കത് മനസ്സിലാവും. അന്താരാഷ്ട്ര ഫണ്ടുണ്ട് ഇതിന്. ശരിക്കും കാർബൺ ഫണ്ട് എന്ന് പറയും. കാർബൺ ഫണ്ട്. പക്ഷേ ഈ കാർബൺ ഫണ്ട് എല്ലാം അടിച്ചു മാറ്റാനുള്ള ഒരു വലിയ ലോബി ഈ അന്താരാഷ്ട്ര ഫണ്ടിന്റെ ഏജൻസി, കമ്മീഷൻ ഏജൻസിമാരുണ്ട്. അത് പ്രധാനമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അവര് വളർത്തിയെടുക്കുന്ന ഹരിതന്മാര്, ഹരിത MLA-മാര്, അവര് വളർത്തിയെടുക്കുന്ന കപട പരിസ്ഥിതിവാദികൾ, സുപ്രീം കോടതി നിരന്തരം കേസ് കൊടുക്കുന്ന കപട രാഷ്ട്രീയക്കാര്, കപട പരിസ്ഥിതിവാദികൾ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ പാവപ്പെട്ട ജനത്തിനെ വിധിയുടെ ബലിക്കലിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ദയനീയ കാഴ്ചയാണ്. ജാതിയില്ല, മതമില്ല, എങ്ങനെയും പണം ഉണ്ടാക്കണമെന്നുള്ളൊരു ത്വര. അതിനുവേണ്ടി ഇടുക്കി ജില്ലയിൽ നിന്ന് ആളുകളെ നിഷ്കരണം പുറത്താക്കാനുള്ള ഒരു കുൽസിത ശ്രമം ഇടുക്കി വനമാക്കി. ഇതവർക്ക് ആക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് അന്താരാഷ്ട്ര ഫണ്ടിങ് ഏജൻസികൾക്ക് മുമ്പിൽ ഇത് വനമായി പ്രഖ്യാപിച്ച് പണം കൈപ്പറ്റി പോയതാണ്. അപ്പൊ അതിന്റെ ഓരോ വർഷത്തെയും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതുണ്ട് വനവൽക്കരണത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച്. ഇതിന്റെ എല്ലാം ഒരു ഗൂഢശ്രമം. ഞങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി ഇവിടെ ഇതിനെതിരെ സമരം ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത് വരുമ്പോൾ ചിരിച്ചു കാണിക്കുക, ഇരയോടൊപ്പം ഓടുക, വേട്ടക്കാരനോടൊപ്പം ചിരിക്കുക, അത്ര ജുഗുപ്സാവകമായ കുൽസിതമായ ശ്രമങ്ങൾ അവിടെ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ മൂന്നാറിന് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങൾ വനമാക്കി പ്രഖ്യാപിക്കുക നമുക്ക് കാണാൻ കഴിയും. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഈ സർക്കാർ ശരിക്കും പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം, അല്ലേ? തർക്കമില്ലാത്ത കാര്യമല്ലേ? അനീതിയല്ല, പക്ക വഞ്ചന. ജനങ്ങളെ ചതിക്കുകയാണ്. ഇവിടെ മനുഷ്യരെക്കാൾ ഇവർക്ക് താല്പര്യം മൃഗങ്ങളോടാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. മൃഗങ്ങളുടെ വോട്ട് മേടിച്ചാണോ ഇവർ നിയമസഭയിലേക്ക് പോകുന്നത്? ജനപ്രതിനിധികൾ കുറച്ച് ജാഗ്രത പുലർത്തണ്ടേ? ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? നിയമസഭയിലൊക്കെ നമ്മൾ എന്നതാ കാണുന്നത്? ചുമ്മാ രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ കളിക്കുക, കേറുക, തെറി വിളിക്കുക, ചിഹ്നം വിളിക്കുക, ഇറങ്ങിപ്പോവുക, കാര്യമില്ലാത്ത കാര്യം ബഹളം വെക്കുക. ഇതെല്ലാം കോടിക്കണക്കിന് ജനങ്ങളുടെ പണം, കോടിക്കണക്കിന് ഖജനാവിലെ പണം ജനങ്ങൾക്ക് വേണ്ടിയല്ല ചർച്ച ചെയ്യേണ്ടേ? ഇത്ര നീറുന്ന പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്. അതൊന്നും ചർച്ചയ്ക്കില്ല. വളരെ ദയനീയം, വളരെ ഖേദകരമായ സ്ഥിതിവിശേഷമാണ്. അതിനൊരു പശ്ചാത്തലത്തിലാണ് ഈ സമരം വരുന്നത്. ഇനി ജനങ്ങളെ നിർബന്ധിച്ച് തെരുവിലേക്ക് ഇറക്കി വിടുക, സമരത്തിലേക്ക് ഇറക്കി വിടുക. എന്തൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ? ഇടുക്കി ജില്ലയിൽ എന്തൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്ങനെയായിരിക്കും? വലിയ ഒരു ജനക്കൂട്ടത്തെ തന്നെ മുൻനിർത്തിയുള്ള ഒരു സമരമാർഗമായിരിക്കുമോ? പിന്നെ തീർച്ചയായും. കാരണം ഇവിടെ ജനങ്ങൾക്ക് നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലായി. ഈ മുനമ്പത്തെയൊക്കെ പറഞ്ഞതുപോലെ ജാതിക്കും മതത്തിനും അപ്പുറത്തായിട്ട് ഇവിടെ ജനങ്ങളുടെ പകൽ ഇറങ്ങിപ്പോകുന്നയാള് രാത്രി തിരിച്ചു വരുമെന്ന് വീട്ടിലിരിക്കുന്നവർക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത വിധത്തിലുള്ള വന്യമൃഗാക്രമണമാണ്. കൃഷിദേഹങ്ങളെ ചുമ്മാ മുതലക്കണ്ണീർ ഒഴുക്കുന്ന രാഷ്ട്രീയക്കാരെ കണ്ടി ഞങ്ങൾ മടുത്തു. അതല്ല, ജനങ്ങൾക്ക് വേണ്ടിയതല്ല.
ഈ ജനങ്ങളെ സംരക്ഷിക്കണം. വിവിധ പദ്ധതികളുടെ ഭാഗമായി ഗവൺമെന്റ് പദ്ധതികളുടെ ഭാഗമായിട്ടൊക്കെ ഇടുക്കി ജില്ലയിലേക്ക് മലയോര നിവാസികളായിട്ട് ഞങ്ങളുടെ കാരണവന്മാർ കുടിയേറി വന്നത്. അവരെ യാതൊരു കാര്യവുമില്ലാതെ പുതിയ സമ്പ്രാക്കന്മാരുടെ അച്ചാരം വാങ്ങിച്ച് അവരോട് പണം മേടിച്ചിട്ട് നിഷ്കരുണം ഇറക്കി വിടുന്ന പദ്ധതിക്കെതിരെ സംഘടിച്ച് പ്രതികരിക്കുകയല്ല എന്തൊരു മാർഗം. ഞങ്ങളോടൊപ്പം വന്ന് പ്രസംഗിക്കുകയും ഞങ്ങളോടൊപ്പം വന്ന് മുതലക്കണ്ണീരെടുക്കുകയും ചെയ്യുന്നവർ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെയും അന്താരാഷ്ട്ര ഫണ്ടിങ് ഏജൻസികളുടെയും മുമ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കുക, അവർക്ക് വേണ്ടി കരാറിൽ ഒപ്പിടുക. അത്ര ദയനീയ സ്ഥിതിയാണ്. അപ്പം സമരമല്ലാതെ മറ്റൊരു വഴിയും ഞങ്ങളുടെ മുമ്പിലില്ല. ഈ സമര പോരാട്ടത്തിലേക്ക് ജനങ്ങളെ നിർബന്ധപൂർവ്വം തള്ളിയിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. എനിക്കറിയത്തില്ല ആൾ ഗതികേട് മനസ്സിലാവുമെന്ന്. ഓക്കെ, എന്തായാലും വളരെ നന്ദി. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ശ്രീ ജോർജ് കോയിക്കലാണ് ഈ വലിയ പ്രശ്നത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിച്ചത്. സർ, വളരെ ഏറെ നന്ദി.